നമസ്കാരം. ഈ വർഷത്തെ വിഷു ഫലങ്ങളിലേക്ക്, അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ നക്ഷത്ര ഫലങ്ങളിലേക്ക് സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ട് മേടം 1 2025 ഏപ്രിൽ 14 തിങ്കളാഴ്ച ഉദയാൽ പൂർവ്വം 7 നാഴിക 25 വിനാഴികയ്ക്ക് 3 മണി 21 മിനിറ്റിന് ചോതി നക്ഷത്രവും തുലാക്കൂറും കൃഷ്ണപക്ഷത്തിൽ പ്രഥമതിഥിയും വരാഹക്കരണവും വജ്രനാമനിത്യ യോഗവും കൂടുന്ന സമയത്ത് കുംഭം രാശിയോദയ സമയേ ഭൂമി ഭൂതോദയം കൊണ്ട് മഹാവിഷു സംക്രമം. ഈ വർഷത്തെ പൊതു വിഷുഫലം നോക്കുകയാണെങ്കിൽ ധാന്യസമൃദ്ധി, ലോകാഭിവൃദ്ധി, എന്നാൽ കലഹം, ദുർമരണങ്ങൾ, അനാവൃഷ്ടി, രാജാക്കന്മാർക്ക് യശോവൃദ്ധിയും കാണുന്നുണ്ട്. എന്നാൽ വർഷം 2 പറ വർഷമാണ്. കാലവർഷം 2 പറയാകയാൽ 20ൽ 10 ഭാഗം സമുദ്രങ്ങളിലും 6 ഭാഗം വനപർവ്വത മേഖലകളിലും വർഷിക്കുന്നത് കണക്കാക്കുമ്പോൾ വർഷം 4 ഇടങ്ങഴിയാണ് ബാക്കിയുള്ള മേഖലകളിൽ ലഭിക്കുന്ന കാലവർഷം. ഇത്തവണ മേടസംക്രമം ഞായറാഴ്ച ആയതിനാൽ സ്വൽപ്പവൃഷ്ടിയും വിഷു ചോതി നക്ഷത്രവും ആകയാൽ വർഷക്കുറവുമാണ് കാണുന്നത്. കൂടാതെ വരാഹക്കരണത്തിലായതുകൊണ്ട് തന്നെ അഗ്നിഭയം, യുദ്ധം, എന്നാൽ സസ്യാഭിവൃദ്ധിയും മറ്റു തരത്തിലുള്ള സമൃദ്ധികളും കാണുന്നുമുണ്ട്. ജനങ്ങൾക്ക് പലവിധത്തിലുള്ള ആപത്തുകളും ജലദൗർലഭ്യം, ഇടയ്ക്കിടെ ബഹുവർഷവും വർഷമധ്യവും അവസാനവും ധാന്യനാശവും ധനനാശവും കലഹങ്ങളും, ചുരുക്കത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഉന്നത സ്ഥാനങ്ങളിൽ നാശമോ യുദ്ധമോ യുദ്ധസമാനമോ ആയ ഭീതിയും ഇത്തവണത്തെ വിഷുഫലത്തിൽ കാണുന്നുണ്ട്. ഇനി സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളിലേക്ക്. ഓരോ ജന്മനക്ഷത്രത്തിലും ജനിച്ചവരുടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ വിഷുഫലത്തിൽ പ്രതിപാദിക്കുന്നുള്ളൂ. ഒരു വർഷത്തെ മുഴുവൻ ഗുണദോഷ ഫലങ്ങളും പറയുക സമയക്കുറവ് മൂലം അപ്രായോഗികമാണ്. വിദ്യാഭ്യാസം, പ്രണയം, വിവാഹം, ജീവിത പങ്കാളി, സന്താനങ്ങൾ, കുടുംബം, ജോലി, ബിസിനസ്, ശ്രദ്ധിക്കേണ്ടുന്ന മേഖലകൾ, ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, വഴിപാടുകൾ എന്നിവ തരംതിരിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. ആയില്യം നക്ഷത്രം. വർഷാദ്യത്തിൽ തന്നെ വാഹന സംബന്ധമായ കാര്യങ്ങൾക്കായി കുറച്ച് പണച്ചിലവ് ഉണ്ടാകാമെങ്കിലും പിന്നീട് ഉണ്ടാകുന്ന സാമ്പത്തിക നേട്ടങ്ങൾ ഇടനിലക്കാർ മുഖേന ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങളാണ് കാണുന്നത്. പ്രവർത്തന മേഖല വിപുലീകരിക്കുന്നു. ഗൃഹത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും. വിദ്യാഭ്യാസ രംഗത്തും കർമ്മരംഗത്തുമുള്ള തടസ്സങ്ങൾ മാറുകയും നിലവിലുണ്ടായിരുന്ന ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ വിട്ടുവീഴ്ച അനിവാര്യമാണെന്ന് മനസ്സിലാക്കി പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും. കാലങ്ങളായി ഉണ്ടായിരുന്ന സഹോദര തർക്കം പരിഹരിക്കപ്പെടുന്നതാണ്. ജീവിതശൈലീ രോഗങ്ങൾ പിടിപെടാൻ സാധ്യത ഉള്ളതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ടതാണ്. മറ്റുള്ളവരെ വിശ്വസിച്ച് ചെയ്യുന്ന സാമ്പത്തിക ഇടപാടുകൾ രേഖാമൂലം ചെയ്യുന്നത് ഏറെ ഗുണം ചെയ്യുന്നതായാണ് കാണുന്നത്. കാർഷിക രംഗത്തുള്ളവരാണെങ്കിൽ കാറ്റ്, പ്രകൃതിക്ഷോഭം മൂലം നാശനഷ്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ടവർ പുതിയ നിക്ഷേപങ്ങൾ തുടങ്ങുന്നത് വളരെ കരുതലോടെ വേണം. പുതിയ കർമ്മരംഗങ്ങളിലേക്ക് മാറുവാനും വിജയിക്കുവാനുമുള്ള സാഹചര്യങ്ങളാണ് ഈ വർഷം നിങ്ങൾക്ക് കൈവരുന്നത്. ഏറ്റെടുത്ത കാര്യങ്ങൾ ആത്മാർത്ഥമായും എന്നാൽ നിശ്ചിത സമയപരിധിക്കുള്ളിലും ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ്. ജീവിതത്തിൽ പൊതുവെ ആഹ്ലാദാന്തരീക്ഷം കൈവരുന്നതായി കാണുന്നു. ഒരു നിക്ഷേപമെന്ന നിലയിൽ പുതിയ ഭൂമി വസ്തുക്കൾ വാങ്ങുവാനുള്ള ഭാഗ്യം കൈവരുന്നു. പൂർവിക സ്വത്തിനുള്ള അവകാശം കാണുന്നുണ്ട്. പൂർവിക സ്വത്ത് വന്നു ചേരുന്നതായും കാണുന്നുണ്ട്. വളരെ മുൻപ് താനോ കുടുംബക്കാരോ നേർന്നിരുന്ന പല വഴിപാടുകളും ക്ഷേത്ര ദർശനങ്ങളും നടത്തുവാനുള്ള ഭാഗ്യം കൂടി കൈവരുന്നു. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അഭിമാനിക്കാനും അവർക്ക് പ്രശസ്തി പത്രങ്ങളും അവാർഡുകളും ലഭിക്കുന്നത് കണ്ട് സന്തോഷിക്കുവാനുമുള്ള അവസരങ്ങൾ ലഭിക്കുന്നു. വളരെ വർഷങ്ങൾക്ക് ശേഷം താങ്കളുടെ ജന്മസ്ഥലത്തെ ആരാധനാലയങ്ങളിലുള്ള ഉത്സവത്തിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ കാണുന്നുണ്ട്. മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ എല്ലാം തന്നെ പരിഹാരം കാണുന്നു.
മറ്റുള്ളവരുടെ എതിർപ്പുകളെല്ലാം തന്നെ മറികടന്ന് താങ്കളുടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്ന സ്വഭാവമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് കൈവന്നിട്ടുള്ളത്. ഇടയ്ക്കിടെ തൻ്റെ സഹപാഠികളെയോ സുഹൃത്തുക്കളെയോ കാണുന്നതിലൂടെ എല്ലാ കാര്യങ്ങളിലും സുതാര്യമായതും പ്രായോഗികവുമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഈശ്വര പ്രാർത്ഥനകളാലും ഔചിത്യമുള്ള സമീപനത്താലും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്നു. ഉദ്ദേശശുദ്ധിയോടുകൂടിയുള്ള പ്രവർത്തന ശൈലി മറ്റുള്ളവർക്ക് മാതൃകാപരമായി തീരും. വിമർശനങ്ങളോട് നല്ല രീതിയിൽ പ്രതികരിക്കും. ന്യായമായ ആവശ്യങ്ങൾ നടപ്പിലാക്കുന്ന മേലധികാരികളോട് ആദരവുണ്ടാവും. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഗുണം ചെയ്യും. പണം കടം കൊടുക്കുക, ജാമ്യം നിൽക്കുക എന്നീ സാഹസപ്രവൃത്തികൾ ചെയ്യരുത്. വിദ്യാർത്ഥികൾ അലസത വെടിഞ്ഞ് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നന്നായി ശോഭിക്കുന്നതായാണ് കാണുന്നത്. ഇനി വളരെയധികം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, മറ്റുള്ളവരുമായുള്ള ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. അടുത്ത കാലങ്ങളിൽ പരിചയപ്പെട്ട അപരിചിതരായുള്ള ആളുകളുമായുള്ള ആത്മബന്ധത്തിൽ നിന്നും അബദ്ധങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളതിനാൽ അല്പം ശ്രദ്ധിക്കുന്നതും നന്നായിരിക്കും. അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് തൊഴിൽ ക്രമീകരിക്കും. സുതാര്യതയുള്ള സമീപനത്താൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ അതിജീവിക്കും. ആത്മീയജ്ഞാനത്താൽ മറ്റുള്ളവരോടും തന്നെ വിഷമിപ്പിച്ചവരോടും ഉണ്ടായിരുന്ന വൈരാഗ്യബുദ്ധി ഉപേക്ഷിക്കുന്നു. കർമ്മമേഖലകളിൽ എല്ലാം തന്നെ വൈവിധ്യമുള്ള വിഷയങ്ങളിൽ ആത്മാർത്ഥമായി സഹകരിക്കുകയും നടപ്പിൽ വരുത്തുകയും വിജയിക്കുകയും ചെയ്യുന്നതായി കാണുന്നു. ഈ വർഷത്തിൻ്റെ പ്രാരംഭത്തിൽ തൻ്റെ ഔദ്യോഗിക ചുമതലകൾ വർദ്ധിക്കുമെങ്കിലും പിന്നീട് സുഗമമാകുന്നതാണ്. ഇനി ഈ വർഷം ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ചില ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കുന്നതാണ്. അതുപോലെ ഭക്ഷ്യവിഷബാധ ഏൽക്കാതിരിക്കാൻ നന്നായി ശ്രമിക്കണം. അക്ഷീണമായ അഹോരാത്രം ചെയ്യുന്ന പരിശ്രമങ്ങൾ മൂലം നഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ കഴിയും. സഹായസ്ഥാനത്തുള്ളവരുടെ വൈമുഖ്യ മനോഭാവം സ്വയം പര്യാപ്തതയ്ക്ക് വഴിയൊരുക്കുകയും പുതിയ സാമ്പത്തിക ഭദ്രതയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നതാണ്. ഉർവശീ ശാപം ഉപകാരം അതുപോലെയാണ്. ജീവിത പങ്കാളിയുമായുള്ള രമ്യതയും സഹകരണവും സ്നേഹവും തങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നതോടൊപ്പം കുടുംബാംഗങ്ങളുമായുള്ള ബന്ധത്തിൻ്റെ ദൃഢതയ്ക്ക് മാറ്റുകൂട്ടുവാനും സഹായിക്കുന്നു. നിലവിലുള്ള ഗ്രഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുവാനായി പ്രതീക്ഷിച്ചതിലുപരി പണച്ചെലവ് അനുഭവപ്പെടാം. അതായത് സമ്പത്ത് കയ്യിലുണ്ടെന്ന് സാരം, സമ്പത്ത് ഉള്ളവനെ പണച്ചെലവ് അനുഭവപ്പെടൂ. അപ്പോൾ സാമ്പത്തിക രംഗം പൊതുവെ തൃപ്തികരമാണെന്ന് പറയാവുന്നതാണ്. എല്ലാവർക്കും അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ ആചാര്യന്മാരുടെ വിഷു പുതുവത്സര ആശംസകൾ നേരുന്നു. സർവ്വ ഐശ്വര്യ സമ്പന്നമായ ഒരു വിഷു ആവട്ടെ ഇത്തവണ. അഗ്നിഹോത്രി ജീവിത നിയോഗ പ്രവചനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാനും നിങ്ങളുടെ ജീവിതത്തിലെ കർമ്മദോഷങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ശരിയായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള അർഹത നേടിത്തരാനും ഈശ്വരൻ നിയോഗിക്കപ്പെട്ട ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, ബിസിനസ്, വിദേശയാത്ര, പ്രണയം, വിവാഹം, കുടുംബം, സന്താനങ്ങൾ തുടങ്ങി വ്യക്തിപരമായ കാര്യങ്ങളും സമൂഹം, രാഷ്ട്രീയം എന്നിങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള കാര്യങ്ങളെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കുവാനും ജീവിത പുരോഗതിയിലേക്ക് നയിക്കപ്പെടാനുമുള്ള ഭാവി കാര്യങ്ങൾ, ഭാവി കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുമായി ഇന്നു തന്നെ ഞങ്ങളെ ബിസിനസ് വാട്സപ്പിൽ കൂടിയോ ഇമെയിലിൽ കൂടിയോ ബന്ധപ്പെടും. ഫോൺ നമ്പർ, ഇമെയിൽ എന്നിവ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അഗ്നിഹോത്രി ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.